ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇസാൻസ് വേൾഡ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കുട്ടികൾക്ക് വെള്ളം അല്ലെങ്കിൽ ജ്യൂസ് ആവശ്യമുണ്ടോ എന്നാണ്. കാരണം ഒരുപാട് പേരെന്നോട് ചോദിച്ചു, ഇപ്പോൾ സമ്മർ സീസൺ അല്ലേ, കുട്ടിക്ക് വെള്ളം കൊടുക്കട്ടെ അല്ലെങ്കിൽ ജ്യൂസ് കൊടുക്കട്ടെ എന്നൊക്കെ. അപ്പോൾ അവർക്കെല്ലാം ഉള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. സബ്സ്ക്രൈബ് ബട്ടണിന് അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമുക്ക് ഏജിനനുസരിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. 0 to 6 മന്ത്സിലുള്ള കുട്ടികൾക്ക് വെള്ളത്തിൻ്റെ ആവശ്യമേ ഇല്ല. ആവശ്യമില്ലെന്ന് മാത്രമല്ല, വെള്ളം കൊടുക്കുന്നത് അവർക്ക് അപകടം കൂടിയാണ്. അത് ഏത് ക്ലൈമറ്റിലായാലും. കാരണം ചെറിയ കുട്ടികളുടെ ശരീരത്തിൽ 80 to 85% വെള്ളമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ആണെങ്കിൽ ഒരു 55 to 60% ആണ് നമ്മുടെ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് ഉണ്ടാവുന്നത്. പക്ഷേ കുട്ടികളുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ 80 to 85% വാട്ടർ ആയിരിക്കും. അപ്പോൾ നമ്മൾ അധികമായിട്ട് വീണ്ടും വാട്ടർ കൊടുക്കുകയാണെങ്കിൽ അത് കുട്ടിക്ക് ഡേഞ്ചറാണ്. അപ്പോൾ 0 to 6 മന്ത്സിലുള്ള കുട്ടികൾക്ക് കംപ്ലീറ്റ് ആയിട്ടും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് മിൽക്കിൽ കുട്ടിക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്, അതുപോലെ വാട്ടർ കണ്ടന്റും ഉണ്ട്. അതുപോലെ ഫോർമുല മിൽക്കിലാണെങ്കിലും 50%-ലധികം വാട്ടർ കണ്ടന്റാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടിയെ ബ്രസ്റ്റ് ഫീഡ് ആണെങ്കിലും ഫോർമുല ഫീഡാണ് ചെയ്യുന്നതെങ്കിലും അത് മാത്രം ചെയ്യുക. കുട്ടിക്ക് ഒരു തുള്ളി വെള്ളത്തിൻ്റെ പോലും ആവശ്യമില്ല 6 മാസം വരെ. അപ്പോൾ ഇപ്പോൾ സമ്മർ സീസൺ ആണ്, കുട്ടിക്ക് ദാഹിക്കുന്നുണ്ട്, കുട്ടിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ദാഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ഫീഡ് ചെയ്യുക. ബ്രസ്റ്റ് ഫീഡോ ഫോർമുല ഫീഡോ അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾ ഫീഡ് മാത്രം ചെയ്യുക. നിങ്ങൾ ഒട്ടും വെള്ളം കൊടുക്കരുത്. വെള്ളം കൊടുക്കുന്നത് ഒരിക്കലും കുട്ടിയെ സഹായിക്കില്ല. അത് നമ്മൾ കുട്ടിക്ക് അപകടം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ കുട്ടിക്ക് ന്യൂട്രിയൻസ് കിട്ടുന്ന സ്ഥലത്തേക്ക് നമ്മൾ വെള്ളം കൊടുക്കുകയാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ കുട്ടിക്ക് വേണ്ട ന്യൂട്രിയൻസ് ഒന്നും അടങ്ങിയിട്ടില്ല. അപ്പോൾ വെള്ളം കൊടുത്ത് നമ്മൾ കുട്ടിയുടെ ടമ്മി ഫുള്ളാക്കി വെക്കുമ്പോൾ കുട്ടിക്ക് ന്യൂട്രിയൻസ് കിട്ടാനുള്ളൊരു ചാൻസ് ആണ് നമ്മൾ കുറയ്ക്കുന്നത്. കുട്ടിക്ക് ബ്രസ്റ്റ് മിൽക്കിലൂടെ കുട്ടിക്ക് ഹൈഡ്രേഷനും ന്യൂട്രിയൻസും എല്ലാം കുട്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് വെള്ളം കൊടുക്കുന്നത്? അതുകൊണ്ട് വെള്ളം പാടെ ഒഴിവാക്കിയേക്കുക. മാത്രമല്ല, ആ ചെറിയ കുട്ടിയുടെ കിഡ്നിക്ക് ഒരുപാട് ഫങ്ഷൻ ചെയ്യാനുള്ള കഴിവില്ല. അപ്പോൾ വെള്ളം അധികമായിട്ട് ഇടുമ്പോൾ കുട്ടിയുടെ കിഡ്നിക്ക് അധികം ലോഡ് വരുന്നുണ്ട്. അത് കുട്ടിക്ക് ഒട്ടും നല്ലതല്ല. കുട്ടിയുടെ കിഡ്നി അത്രയും വെള്ളം ഫിൽറ്റർ ചെയ്യാനൊന്നും ഡെവലപ്പ് ആയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ കുട്ടികൾക്ക് ഒട്ടും വെള്ളം കൊടുക്കരുത്. മാത്രമല്ല, വെള്ളം അധികമായിട്ട് കൊടുക്കുന്നത് വഴി കുട്ടിയുടെ തൂക്കം കുറയാനും കുട്ടിക്ക് വയറുവേദന എടുക്കാനും വിശപ്പില്ലായ്മ ഉണ്ടാവാനും വാട്ടർ ഇൻടോക്സിക്കേഷൻ ഉണ്ടാവാൻ വരെ സാധ്യതയുണ്ട്. കാരണം കുട്ടിക്ക് അധികമായിട്ട് വെള്ളം കൊടുക്കുമ്പോൾ കുട്ടിക്കുള്ളിലുള്ള ന്യൂട്രീഷനും അതുപോലെ തന്നെ സോഡിയം ഒക്കെ ഫ്ലഷ് ഔട്ട് ആയി പോകുന്നുണ്ട്. അത് കുട്ടിക്ക് വളരെ അപകടകരമാണ്. അപ്പോൾ എന്താണെങ്കിലും 6 മാസം വരെയുള്ള കുട്ടികൾക്ക് ഒട്ടും വെള്ളം കൊടുക്കരുത്. ഇനി 6 മാസം തൊട്ട് 12 മാസം വരെയുള്ള കുട്ടികളുടെ കാര്യം പറയാം. 6 മാസം കഴിഞ്ഞ് സോളിഡ്സ് ഒക്കെ കൊടുക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മൾ കുട്ടിക്ക് വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. സോളിഡ്സിൻ്റെ ഒപ്പം തന്നെയാണ് നമ്മൾ കുട്ടിക്ക് വാട്ടർ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. കാരണം സോളിഡ്സ് ഒക്കെ കൊടുത്തു കഴിയുമ്പോൾ കുട്ടിക്ക് വെള്ളം കൊടുക്കുന്നത് കുട്ടിക്ക് നല്ല ദഹനം ഉണ്ടാവാനായിട്ട് നല്ലതാണ്. അതും ഒരുപാട് വെള്ളമല്ല കേട്ടോ, സിപ്സ് ഓഫ് വാട്ടർ മാത്രം. ഇപ്പോൾ 6 മാസം കഴിഞ്ഞു സോളിഡ്സ് ഒക്കെ കഴിക്കാൻ തുടങ്ങിയെന്ന് വെച്ച് ബ്രസ്റ്റ് ഫീഡിങ് ഒട്ടും നിർത്തരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കുട്ടിക്ക് എപ്പോഴും ബ്രസ്റ്റ് മിൽക്ക് തന്നെയാണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം കുട്ടിക്ക് സിപ്സ് ഓഫ് വാട്ടർ കൊടുക്കുക. അതിനുശേഷം കുട്ടിയെ ഫീഡ് ചെയ്യിക്കുക. മാക്സിമം ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. സമ്മർ സീസണിൽ കുട്ടിക്ക് ദാഹിക്കുമ്പോഴും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടും കുട്ടിയെ ഫീഡ് ചെയ്യിക്കുക. അതുപോലെ ഫുഡ് കൊടുക്കുമ്പോൾ വെള്ളം കൊടുക്കുന്നത് കുട്ടിക്ക് ഡൈജസ്റ്റ് ആവാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായേക്കാം. അപ്പോൾ ഫുഡ് കൊടുക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾ എന്താണേലും വെള്ളം കൊടുക്കണം. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞാണ് നിങ്ങൾക്ക് ജ്യൂസസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തേങ്ങാ വെള്ളമൊക്കെ വേണമെങ്കിലും കുട്ടിക്ക് കൊടുക്കാം. കുട്ടിയുടെ ശരീരത്തിന് വളരെ നല്ലതാണ്. വെള്ളത്തിൻ്റെ അളവ് മാത്രം കുറച്ചേക്കുക. അതുപോലെ കുട്ടിക്ക് കൊടുക്കുന്ന വെള്ളം തിളപ്പിച്ചാറിയതാവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം. ഒട്ടും ചൂടുള്ളതോ തണുപ്പുള്ളതോ ആവാനായിട്ട് പാടില്ല. കുട്ടികളുടെ കാര്യം മാത്രമല്ല, നമ്മുടെ കാര്യത്തിലാണെങ്കിലും ശരി തന്നെ. ഇപ്പോൾ സമ്മർ സീസൺ ആണെന്ന് കരുതി നമ്മൾ ഓടിച്ചെന്ന് തണുത്ത വെള്ളം എടുത്ത് കുടിക്കും. അത് നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് വളരെയധികം ചാൻസ് കൂടുതലാണ്. മാത്രമല്ല, നമ്മുടെ ബോഡിയിലെ ടെമ്പറേച്ചറും ഉള്ളിലേക്ക് ചെല്ലുന്ന വെള്ളത്തിന്റെ ടെമ്പറേച്ചറും തമ്മിലൊരു ബാലൻസ് ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ ശരീരത്തിന് വളരെ ദോഷമാണ്. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിലാവുമ്പോൾ കൂടുതലായിട്ട് ദോഷം ഉണ്ടാക്കും. അതുകൊണ്ട് എപ്പോഴും വെള്ളം ഒരു റൂം ടെമ്പറേച്ചറിൽ മാത്രം കൊടുക്കുക. നോർമൽ ടെമ്പറേച്ചറിൽ, അത് സമ്മർ സീസണിലാണെങ്കിലും വിന്റർ സീസണിലാണെങ്കിലും ഒക്കെ നിങ്ങൾ ആ നോർമൽ ടെമ്പറേച്ചറിൽ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം. ശരിക്കും പറഞ്ഞാൽ ഈ 6 മാസം കഴിഞ്ഞ് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയ സമയത്ത് അധികമായിട്ട് കുട്ടിക്ക് വെള്ളം കൊടുത്താൽ കുട്ടിക്ക് വിശപ്പില്ലായ്മയും അതുപോലെ തൂക്കക്കുറവും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ മാത്രം വെള്ളം കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ആവശ്യത്തിനാണ് എന്ത് സാധനവും ചെല്ലേണ്ടത്. അമിതമായിട്ട് എന്ത് ചെയ്യുന്നാലും അത് ശരീരത്തിന് ഹാനികരം തന്നെയാണ്. അപ്പോൾ ഈ 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കുറച്ചളവിൽ മാത്രമാണ് വെള്ളം റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ആ കുറച്ചളവിൽ മാത്രം കുട്ടിക്ക് കൊടുക്കുക. അധികമായിട്ട് വെള്ളം കൊടുത്താൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രിയൻസും സോഡിയം ഒക്കെ ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകാനും കുട്ടിയുടെ ശരീരത്തിൽ പലതിൻ്റെയും ഡെഫിഷ്യൻസി ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട്. ഇനി 1 വയസ്സ് കഴിഞ്ഞ കുട്ടികളുടെ കാര്യം പറഞ്ഞാൽ നിങ്ങൾ ഒന്നും നോക്കാനില്ല. മാക്സിമം വെള്ളം കൊടുത്തോളൂ, ഒരു പ്രോബ്ലം ഇല്ല. നമ്മളെപ്പോലെ തന്നെയാണ് ആ പ്രായത്തിലുള്ള കുട്ടികളുടെ കാര്യവും. എന്തോരം വേണേലും വെള്ളം കൊടുക്കാം, എത്ര വേണേലും ജ്യൂസ് കൊടുക്കാം. എല്ലാം നോർമലായി എല്ലാ ഫംഗ്ഷൻസും ക്ലിയർ ആവുന്ന പ്രായമാണത്.
സമ്മർ സീസണിൽ കൂടുതലും വെള്ളത്തെക്കാളും ജ്യൂസസ് കുടിക്കുന്നതാണ് നല്ലത്. കാരണം ജ്യൂസിലാണ് അധികം ന്യൂട്രീഷണൽ വാല്യൂ ഉള്ളത്. അതുകൊണ്ട് കുട്ടിക്ക് വെള്ളം കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ജ്യൂസ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഇനി ജ്യൂസിന്റെ കാര്യം പറയാം. വെള്ളത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ 6 മാസത്തിൽ താഴെയുള്ള കുട്ടികൾക്ക് ഒരു തുള്ളി പോലും ജ്യൂസിന്റെ ആവശ്യമില്ല. 6 മാസം കഴിഞ്ഞാൽ പോലും ജ്യൂസ് കൊടുക്കേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. കാരണം ജ്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കൊടുക്കുന്ന അത്ര ഗുണം ഉണ്ടാവില്ല. ഒരു ഫ്രൂട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ ആ ഫ്രൂട്ടിൽ ഫൈബർ ഉണ്ട്. പക്ഷേ ആ ഫ്രൂട്ടിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ അതിലുള്ള ഫൈബർ കണ്ടന്റ് കുറയും. അപ്പോൾ ഫ്രൂട്ട് കംപ്ലീറ്റ് ആയിട്ട് പ്യൂരി ആക്കിയോ ഉടച്ചോ കൊടുക്കുന്നതാണ് 6 മാസത്തിലുള്ള കുട്ടികൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ആ പ്യൂരിയോ മാഷീതോ ഒന്നും കഴിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് അത് ജ്യൂസ് ആക്കി തന്നെ കൊടുക്കാവുന്നതാണ്. അത് ഒരു 8 മാസം കഴിഞ്ഞ് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. 6-7 മാസം നിങ്ങൾ ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നതല്ലേ ഉള്ളൂ. ആ സമയത്ത് നിങ്ങൾ ജ്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട. ഒരു 8 മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ജ്യൂസും തന്നെ കൊടുക്കാൻ തുടങ്ങാം, ചെറിയ അളവിൽ മാത്രം. 1 വയസ്സ് വരെ ഒരു ദിവസം 100 മില്ലി തൊട്ട് 120 മില്ലി വരെയാണ് ജ്യൂസ് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ അളവിൽ മാത്രം കുട്ടിക്ക് കൊടുക്കുക. അധികമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിയുടെ ശരീരത്തിലുള്ള ഷുഗർ കണ്ടന്റ് കൂടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഫ്രൂട്ട്സിലൊക്കെ അധികമായിട്ട് ഷുഗർ കണ്ടന്റ് വരുന്നുണ്ട്. ഒന്ന് നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗർ അല്ലെങ്കിലും നാച്ചുറൽ ഷുഗറും കുട്ടിക്ക് ദോഷകരമാവാനുള്ള സാധ്യതയുണ്ട് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക്. അതുപോലെ തന്നെ ഒരു ഹോൾ ഫ്രൂട്ട് ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആ ഫ്രൂട്ടിൽ ഫൈബർ ഉള്ളതുകൊണ്ട് കുട്ടിയുടെ ഡൈജഷനൊക്കെ നന്നായിട്ട് നടക്കും. പക്ഷെ നമ്മൾ ജ്യൂസ് ആയിട്ട് കൊടുക്കുമ്പോൾ കുട്ടിക്ക് ഫൈബർ കിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ പോരായ്മകളും കുട്ടിക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുട്ടി ഫ്രൂട്ടായിട്ട് കഴിക്കുന്നില്ലെങ്കിൽ മാത്രം ജ്യൂസ് ആയിട്ട് കൊടുത്താലും മതിയാവും. അതും ചെറിയ അളവിൽ മാത്രം. ഞാൻ പറഞ്ഞില്ലേ 100 തൊട്ട് 120 മില്ലി വരെ. അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫ്രൂട്ട് ജ്യൂസസ് ഒരിക്കലും കൊടുക്കരുത്. വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ കുട്ടികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ജ്യൂസിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാകും, അധികമായിട്ടുള്ള ഷുഗർ കണ്ടന്റ് ഉണ്ടാകും. ഇതൊക്കെ കുട്ടിക്ക് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള ജ്യൂസസ് ഒന്നും കുട്ടിക്ക് കൊടുക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയുമാണ് വെള്ളത്തിൻ്റെയും ജ്യൂസിൻ്റെയും കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ എന്നോട് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ബൈ, ടേക്ക് കെയർ.